ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കപ്സയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകൾ: അരി 1.5 കിലോ, 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം എന്ന അളവിന് വെച്ച് വയ്ക്കുക. ഓയിൽ, സവാള, തേങ്ങാപ്പാൽ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തൈര്, നെയ്യ്, വേപ്പില, മല്ലി, ഉപ്പ്, തക്കാളി. ഇത് സവാള, 400 ഗ്രാം സവാള നമ്മൾ മൂപ്പിച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് ഈ മസാല എല്ലാം ചേർത്തിട്ട് ഈ മട്ടൻ, ഇതും 1.5 കിലോ മട്ടനാണ്. ഈ മട്ടൻ ഒരല്പം പൊടികൾ ചേർത്ത് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് ഒന്നും കൂടി ശരിയാക്കി എടുത്തതിന് ശേഷം അരി പുഴുങ്ങി ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കുക. ഒരു 12 ലിറ്റർ കുക്കറാണത്. അപ്പോൾ ഇതിനകത്ത് ആവശ്യമായ ചോറും മസാലയും എല്ലാം കൊള്ളാൻ ഏതാണ്ട് ഏകദേശം ഇത് മതിയാവും. സവാള മാത്രം മൂപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ഇടുകയാണ്. ഇത് 150 ഗ്രാം സൺഫ്ലവർ ഓയിൽ കൊണ്ട് മൂപ്പിച്ചതാണ്. അപ്പോൾ ഇത് ഓൾറെഡി മൂത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് അല്പം പൊടി ചേർക്കാം. ഇത് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, ഇഞ്ചി അതേപോലെ ഒരു 2 സ്പൂണ്, വെളുത്തുള്ളി 2 സ്പൂണ്, പച്ചമുളക് അതേപോലെ തന്നെ 2 സ്പൂൺ. നമ്മളിപ്പോൾ ഇത്രച്ച ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് നമ്മൾ ഇതിലിട്ട് വേവിച്ചത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഇത് പതിയെ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. ഇത് ഏതാണ്ട് പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഇത് ഒരു 2 തക്കാളി അരിഞ്ഞതാണ്. അത് നമുക്കിതിനകത്ത് ചേർക്കാം. ഇത് ഈ മസാലക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതിൽ മട്ടനിൽ ഉപ്പ് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ആയി കഴിഞ്ഞ് നമുക്കൊരു അല്പം തേങ്ങാപ്പാൽ ഇതിൽ ചേർക്കാം. കുറച്ച് മസാലയും ചേർക്കാം. തേങ്ങാപ്പാൽ ഒരു ചെറിയ തേങ്ങയുടെ പകുതി തേങ്ങ ചിരണ്ടി അതിൽ നിന്ന് എടുത്ത പാലാണ്, 1-ാം പാലാണത്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. അധികം ഒന്ന് ഇളക്കിയിട്ട് ചേർക്കാം. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു പുഴുങ്ങി വെച്ചിരിക്കുന്ന മട്ടനാണ്. ഈ മട്ടൻ ഇതിലേക്ക് ഞാൻ ഇടാം. നന്നായി ഒന്ന് ഇളക്കാം. കുറച്ച് തൈര്, ഒരു 4 സ്പൂൺ തൈര്. 4 സ്പൂൺ തൈര് എന്ന് പറയുമ്പോൾ വലിയ സ്പൂണല്ല, സാധാരണ സ്പൂൺ 4 സ്പൂൺ തൈര്. ഇതിൻ്റെ ഏതാണ്ട് ഒരു 3/4 ഭാഗം ചേർക്കാം. നമ്മുടെ മസാല ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഇനി ഇതിൽ ഒരല്പം വേപ്പില, ഒരല്പം മല്ലി, ഒരു അളവിന് മല്ലിയും വേപ്പില ഇട്ടാൽ മതി. അതിപ്പോൾ ഇളക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കപ്സയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ മസാല നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ചോറ് ശരിയാക്കാനുണ്ട്. അപ്പോൾ ചോറ് ശരിയാക്കിയിട്ട് നമുക്ക് ഇതിനകത്തിട്ട് ദം ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് വെള്ളമാണ് ഈ തിളച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പും ഒരല്പം മസാല ഇടാം. മസാല എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം മട്ടനിലിട്ട മസാല മാത്രമേ ഉള്ളൂ. അപ്പോൾ പാകത്തിന് ഉപ്പ്. 1.5 കപ്പ് അരിക്ക് ഒരു 3 സ്പൂൺ നെയ്യിട്ടാൽ മതി. അല്പം ഇഞ്ചി, അത്രയും തന്നെ വെളുത്തുള്ളി, അത്രയും തന്നെ പച്ചമുളക്. നമ്മൾ ഇളക്കിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉപ്പ് പാകം നോക്കണം. ഉപ്പ് പാകം നോക്കിയില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടില്ല. ഉപ്പാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അരി നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ അരി നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനി ഇതൊന്ന് തിളച്ച് വെള്ളം ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ മസാലയിലിട്ട് ദം ചെയ്യണം. ദമ്മെന്ന് പറയുമ്പോൾ
ഈ കുക്കർ ഇറങ്ങിയിരിക്കുന്ന ഒരു പാത്രം, ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഈ കുക്കർ ഇറക്കി വെച്ച് ഒരു 10 മിനിറ്റ് മതി, 15 മിനിറ്റ് കൂടിയ അത് അതിനകത്തിരുന്ന് നല്ല ദമ്മായി 15 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് നമുക്ക് ചൂടോടെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് വേവാനായിട്ട് ഏതാണ്ട് 10 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ വെള്ളം വറ്റിയിരിക്കും. ആ ചോറ് നമുക്ക് ഈ കുക്കറിലേക്ക് തട്ടി ദം ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിടാം. ഒന്ന് ലെവൽ ചെയ്തിട്ടിട്ട് ഇനി നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 അതിൽ കൂടുതൽ വേണം. അപ്പോൾ നമ്മുടെ കപ്സ റെഡിയായിരിക്കുകയാണ്. നമുക്കിത് ഈ ദമ്മിൽ വയ്ക്കാൻ വരുന്ന ചരുവത്തിൽ നിന്ന് എടുത്ത് അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇത് വെന്തിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമുക്കൊരു സർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ വളരെ നന്നായിട്ടുണ്ട്. മട്ടൻ കപ്സ റെഡി ആയിട്ടുണ്ട്.